അധികാര സ്ഥിരാകേന്ദ്രങ്ങൾക്ക് ചുറ്റും ആർക്കും ഭേദിക്കാനാവാത്ത ഒരു കറുത്ത മതിൽ കിട്ടിയിട്ടുണ്ട്. പുറം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന നിഴൽ പോലെ സഞ്ചരിക്കുന്ന ഒരു നിഗൂഢ സൈന്യം. അതാണ് നോപ്പോ. വെറുമൊരു കമാൻഡോ സംഘമല്ലേത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെയും കുടുംബത്തിന്റെയും ജീവൻ കാക്കുന്ന അദൃശ്യ കവചം. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും അമേരിക്കയും ആക്രമണം കടുപ്പിക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അലി ഖമേനിയുടെ കുടുംബത്തിന് നേരെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് കരുതപ്പെടുന്ന മകൻ മുജ്തബ ഖമേനിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയരുമ്പോൾ ഈ ബ്ലാക്ക് ഫോഴ്സ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളും അതീവ രഹസ്യമായ നീക്കങ്ങളും ഒത്തുചേരുന്ന നോപ്പോയുടെ കരുത്ത് എന്താണെന്നും അവർ എങ്ങനെയാണ് ഇത്ര നിഗൂഢമായി പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഫെബ്രുവരി 28 നടന്ന ആക്രമണങ്ങൾ ഇറാന്റെ അധികാരഘടനയെ തന്നെ നടുക്കിയ സംഭവങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ആദ്യ തരംഗത്തിലെ ആക്രമണത്തിൽ മുജ്തബ ഖമേനിയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും മുജ്തബ ഖമേനിയുടെ ജീവൻ രക്ഷിച്ചുവെന്ന വാർത്ത പിന്നീട് പുറത്തുവന്നു. ഈ അതിജീവനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാന്റെ ഏറ്റവും രഹസ്യവും മികച്ച പരിശീലനം ലഭിച്ചതുമായ സുരക്ഷാ യൂണിറ്റായ നോപ്പോ ആയിരിക്കാമെന്നാണ് പല സുരക്ഷാ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇറാന്റെ സിംഹാസനത്തിലേക്കുള്ള പിൻഗാമിയായി മുജ്തബ ഖമേനി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. സംഘർഷവും ആക്രമണങ്ങളും നിറഞ്ഞ ഒരു കഠിന ഘട്ടത്തിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ തുടരുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവെന്ന നിലയിൽ അദ്ദേഹം നൽകിയ ആദ്യ സന്ദേശം പോലും സുരക്ഷാ പ്രോട്ടോകോളുകൾ കണക്കിലെടുത്താണ് വാർത്താ അവതാരകന്റെ ശബ്ദത്തിലൂടെ ലോകം കേട്ടത്. ഇതോടെ മുജ്തബ എവിടെയാണ് എന്ന ചോദ്യം ആഗോള രാഷ്ട്രീയത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ സുരക്ഷയും ഭാവിയുമാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയിൽ അദ്ദേഹം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടാകാമെന്നോ ചികിത്സയിൽ കഴിയുകയാണോ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനിടയിലും അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാന്റെ ഏറ്റവും ധീരവും പരിശീലനം നേടിയതുമായ പ്രത്യേക സുരക്ഷാ സേനകൾ രംഗത്തുണ്ട്. പൊതുവേദികളിൽ നിന്നുള്ള മുജ്തബയുടെ ഈ വിട്ടുനിൽക്കൽ കേവലം ഒരു അദൃശ്യതയല്ല, മറിച്ച് ശത്രുവിന്റെ കണക്കുകൂട്ടലുകളെ പാടെ തകർക്കുന്ന ഇറാന്റെ അതിഭീകരമായ ഒരു മനോയുദ്ധ തന്ത്രമാണ്. തങ്ങളുടെ ഭാവി ഭരണാധികാരി എവിടെയാണെന്നോ എന്താണെന്നോ ശത്രുക്കൾ നിശ്ചയമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുക വഴി അവരെ കടുത്ത ആശയക്കുഴപ്പത്തിലേക്കും ഭീതിയിലേക്കുമാണ് ഇറാൻ തള്ളിയിട്ടിരിക്കുന്നത്. മുജ്തബയെ ഒരു രഹസ്യായുധം പോലെ മറച്ചു പിടിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ചുറ്റും ലോകത്തെ ഏറ്റവും വലിയ നിഗൂഢതയുടെ കവചം തീർക്കാൻ ഇറാൻ സാധിച്ചു. ശത്രുക്കളുടെ ചാരക്കണ്ണുകൾക്ക് പിടികൊടുക്കാതെ ഏറ്റവും നിർണായകമായ സമയത്ത് മാത്രം ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഈ നീക്കം ഇറാന്റെ തന്ത്രപരമായ ധീരതയുടെ അടയാളമാണ്. മുജ്തബയുടെ ഓരോ ശ്വാസവും ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ അതോ നിശബ്ദതയ്ക്ക് പിന്നിൽ മറ്റൊരു ചരിത്രം എഴുതപ്പെടുകയാണോ? ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങൾക്ക് മുകളിൽ നോപ്പോ തീർത്ത സുരക്ഷാ കവചം അത്രമേൽ ശക്തമാണ്. ഇറാന്റെ അധികാര തുടർച്ചയുടെ വിധി ഇപ്പോൾ നിൽക്കുന്നത് ഈ അതീവ രഹസ്യപ്പടയുടെ കൈകളിലാണ്. നോപ്പോ എന്ന പേര് ഫാർസി ഭാഷയിലെ നിരയ്യ വിജയ് പാസ്ദര വെലായത് എന്നതിന്റെ ചുരുക്കരൂപമാണ്. ഏകദേശം ഭരണകൂടത്തെയും പരമോന്നത നേതാവിനെയും സംരക്ഷിക്കുന്ന പ്രത്യേക സേന എന്നാണ് അതിന്റെ അർത്ഥം. ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായ റുഹുള്ള ഖമേനിയുടെ ഭരണകാലത്താണ് ഈ സേന രൂപീകരിക്കപ്പെട്ടത്. 1991 അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന 28ാമത് റോഹള്ള ഡിവിഷനിൽ നിന്നാണ് പിന്നീട് നോപ്പോ രൂപം കൊണ്ടത്. തുടക്കം മുതൽ തന്നെ ഈ യൂണിറ്റിന് അതീവ രഹസ്യമായി നിലനിർത്തുകയായിരുന്നു. ഇറാന്റെ സുരക്ഷാ ഘടനയെ മനസ്സിലാക്കുമ്പോൾ നോപ്പോയുടെ പ്രത്യേകത കൂടുതൽ വ്യക്തമായി കാണാം. രാജ്യത്ത് ആർത്തേഷ് എന്നറിയപ്പെടുന്ന സാധാരണ സൈന്യമാണ് കരസേന, വ്യോമസേന, നാവികസേന, വ്യോമ പ്രതിരോധ സേന എന്നിവ ഉൾക്കൊള്ളുന്നത്. ഇതിനു പുറമെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട മറ്റൊരു ശക്തമായ സൈനിക സംഘടനയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഏകദേശം 1.2 ലക്ഷം സൈനിക അടങ്ങുന്ന ഈ സേന നേരിട്ട് പരമോന്നത നേതാവിനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നോപ്പോ IRGC-നോടും സാധാരണ സൈന്യത്തോടും വ്യത്യസ്തമായ വളരെ ചെറിയതും പ്രത്യേകതയുള്ളതുമായ എലൈറ്റ് യൂണിറ്റ് ആണ്. പരിമിതമായ അംഗസംഖ്യയുള്ളതിനാൽ നോപ്പോയുടെ ഘടന അതീവ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 4 ബ്രിഗേഡുകൾ നേരിട്ട് പരമോന്നത നേതാവിന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുമ്പോൾ മറ്റ് യൂണിറ്റുകൾ ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു. മഷാദ് പോലുള്ള പ്രധാന മത കേന്ദ്രങ്ങളിലും ഇസ്ഫഹാൻ പോലുള്ള ആണവ ഗവേഷണ കേന്ദ്രങ്ങളിലുമാണ് ഇവയുടെ സാന്നിധ്യം. ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ അതിവേഗ പ്രതികരണം നടത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ സേന പരിശീലനം നേടുന്നത്. ഈ എലൈറ്റ് സേനയിലേക്കുള്ള പ്രവേശനം വളരെ കടുപ്പമുള്ളതാണ്. മുൻ കമാൻഡർമാർ നൽകിയ വിവരങ്ങൾ പ്രകാരം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കടുത്ത പരിശോധനകളും വിശ്വാസ്യത പരിശോധനകളും നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവർക്ക് ദീർഘകാല ശാരീരികവും തന്ത്രപരവുമായ പരിശീലനം നൽകപ്പെടുന്നു. ആയോധന കലകൾ, ആയുധ പ്രയോഗം, സ്വയം പ്രതിരോധം, നഗര യുദ്ധ രീതികൾ എന്നിവയിൽ ഇവർക്ക് വിദഗ്ധ നേടേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ ഇറാനിലെ ഏറ്റവും പ്രൊഫഷണൽ സുരക്ഷാ യൂണിറ്റുകളിൽ ഒന്നായി നോപ്പോയെ പലരും കാണുന്നു. ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങളിലും നോപ്പോ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിഷേധങ്ങൾ, ബന്ദികളാക്കൽ സംഭവങ്ങൾ, ഭരണകൂടത്തിന് ഭീഷണിയായ സാഹചര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി കറുത്ത വേഷത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക യൂണിറ്റുകളെ വിന്യസിക്കാറുണ്ട്. 1999 വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളും നേരിടുന്നതിൽ ഈ സേന പ്രവർത്തിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നു. 2022 മഹ്സ അമീനിയുടെ കസ്റ്റഡി മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും സുരക്ഷാ സേനകൾ വലിയ പങ്ക് വഹിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഭരണകൂടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക യൂണിറ്റുകൾ വിന്യസിച്ചതായി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ഈ സാഹചര്യങ്ങളിൽ നോപ്പോയുടെ പങ്കിനെക്കുറിച്ചും പല സുരക്ഷാ വിശകലനങ്ങളും പുറത്തുവന്നു. ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിൽ ഈ യൂണിറ്റ് ഇന്നും അതീവ പ്രാധാന്യമുള്ള ഘടകമായാണ് തുടരുന്നത്. പരമോന്നത നേതാവിനെയും ഭരണകൂടത്തെയും സംരക്ഷിക്കുന്നതിൽ നോപ്പോ വഹിക്കുന്ന പങ്ക് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിർണായകമാണെന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നു. ഇന്ന് മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ അധികാര ഘടനയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യ സുരക്ഷാ സംവിധാനങ്ങൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. ആ രഹസ്യാവലയത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് നോപ്പോ എന്ന എലൈറ്റ് സേനയാണ്. അധികാരത്തിന്റെ നിഴലിൽ പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റ് ഇറാന്റെ രാഷ്ട്രീയ ഭാവിയിൽ എത്രത്തോളം നിർണായകമായി തുടരുമെന്നത് ഇനി വരാനിരിക്കുന്ന കാലം മാത്രമേ വ്യക്തമാക്കൂ.